അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാ ആളുകൾക്കും സന്തോഷം തരട്ടെ. വലിയ സന്തോഷം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നാഥനായ റബ്ബ് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഇൻഷാ അള്ളാഹ് മുതഅല്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾക്കൊക്കെ വേണ്ടി മുഹിമ്മാത്തിലടക്കം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാ ആളുകളും എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ. ഇൻഷാ അള്ളാഹ് ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അള്ളാഹു നമുക്കൊക്കെ ഖൈറും സന്തോഷവും തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഓൺലൈനായിട്ട് പരിശുദ്ധ ഖുർആനും മദ്രസ വിദ്യാഭ്യാസവും ഒക്കെ പഠിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ അഥവാ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഹ്റ ഓൺലൈൻ ഖുർആൻ അക്കാദമിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രായമായവരാണെങ്കിലും നിങ്ങൾ ഖുർആൻ പഠിക്കാം. 26 വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദരി അക്ഷരം പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാണ്, നാണക്കേടാക്കാനൊന്നുമില്ല. ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ഒരു മെൻറ്റർ, ഒരു ഉസ്താദ്, നിങ്ങൾക്ക് ലേഡീസ് ടീച്ചറാണ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നൽകുന്നു. അവർ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രായമായവരാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പ്രത്യേകം ചെറിയ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നല്ലതുപോലെ നൽകാൻ, നല്ലപോലെ ഖുർആനോദം പഠിപ്പിക്കാൻ ഞങ്ങൾ ഓൺലൈൻ സഹ്റ ഖുർആൻ അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാ ഖാഫിളു ജല്ല ജലാലു വളരെ മഹത്വമുള്ള, വളരെ പരിശുദ്ധമായ ഒരു ദിക്റാണ് യാ ഖാഫിളു ജല്ല ജലാലു. എല്ലാ സമയവും ശത്രുക്കളുടെ പ്രയാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സിഹ്റന്മാരെ, സാഹിരീങ്ങളെ, അഥവാ നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾ യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ നിത്യമായിട്ട് പതിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ധിക്കാരികളെ താഴ്ത്തിക്കളയുന്നവൻ. ധിക്കാരികളെ താഴ്ത്തിക്കളയുന്നവനായ റബ്ബേ യാ ഖാഫിളു ജല്ല ജലാലു. ഏത് ധിക്കാരികളെയും, പാവങ്ങളെ, അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ധിക്കാരികളെയും നിലക്ക് നിർത്താൻ പ്രിയപ്പെട്ടവരെ യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നതിൽ ഒരു സംശയമില്ല. യാ ഖാഫിളു ജല്ല ജലാലു ഞാൻ എഴുതി കാണിക്കുന്നത് പോലെ അക്ഷരത്തെറ്റ് കൂടാതെ പറയാൻ വേണ്ടി, ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അദദെന്ന് പറയുന്നത് 1481. 1481 1481 ഇതിൻ്റെ അദദെന്ന് പറയുന്നത്. ഈ അദദനുസരിച്ച് എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരാൾ, ഈ അദദനുസരിച്ച് എല്ലാ ദിവസവും പതിവാക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തെ തൊട്ട് അവൻ രക്ഷപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ദാരിദ്ര്യം എന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷ പ്രാപിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. 1481 അതിൻ്റെ അദദെന്ന് പറയുന്നത്. ഈ അദദനുസരിച്ച് ഒരാൾ നിത്യമായിട്ട് ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയൊക്കെ ദാരിദ്ര്യത്തെ തൊട്ട് പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കി തരട്ടെ. ദാരിദ്ര്യങ്ങൾ, നമ്മുടെ കുടുംബത്തെ അലട്ടുന്ന പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മെ സലാമത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ 500 പ്രാവശ്യം ജീവിതത്തിൽ നിത്യമായിട്ട് ചൊല്ലുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് 500 പ്രാവശ്യം യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുകയാണ്. ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അർത്ഥമനുസരിച്ച് റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ 500 പ്രാവശ്യം ഒരാൾ യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരു വിഷയത്തിന് വേണ്ടി പതിവാക്കുന്നു, ഒരു ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി പതിവാക്കുന്നു. അത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, ഒറ്റയിട്ട 7, 14 ഇങ്ങനെ കൂട്ടിപ്പോകുന്ന ദിവസങ്ങൾ, 7 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾ 500 പ്രാവശ്യം യാ ഖാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുക. എന്നിട്ട് ആ ഉദ്ദേശം സഫലമാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് 14 ദിവസം നിങ്ങൾ കൂട്ടുക. അപ്പോൾ 7 ദിവസം ചൊല്ലിയിട്ട് കിട്ടില്ല, 14 ദിവസം ചൊല്ലുക.
എന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് 7 കൂട്ടി, അങ്ങനെ 7 കൂട്ടി ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഏത് ആവശ്യങ്ങളും അവനക്ക് നിറവേറിക്കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ യാ ഹാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്ന ഒരാൾ എല്ലാ ദിവസവും 1000 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ 1000 പ്രാവശ്യം ദിനം പ്രതി ചൊല്ലുന്നു യാ ഹാഫിളു ജല്ല ജലാലു, യാ ഹാഫിളു ജല്ല ജലാലു, യാ ഹാഫിളു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ 1000 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരു ശത്രുവിനെയും അവനിക്ക് ഭയപ്പെടേണ്ടതില്ല. അവൻ്റെ എല്ലാ ശത്രുക്കളും അവൻ്റെ മിത്രങ്ങളായിട്ട് മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നിങ്ങളിത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അത് വരുത്തി തീർക്കുമെന്ന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് 1000 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ശത്രുവാണെങ്കിൽ അവൻ്റെ പേര് മനസ്സിൽ കരുതി, അല്ലെങ്കിൽ അവൻ്റെ രൂപം മനസ്സിൽ കരുതി ചൊല്ലിക്കോ 1000 പ്രാവശ്യം യാ ഖാഫിളു ജല്ല ജലാലു, യാ ഖാഫിളു ജല്ല ജലാലു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 1000 പ്രാവശ്യം, 1001 അല്ല പറയുന്നത്. 1000 എന്ന് പറയുമ്പോൾ അത് ഒന്നും വ്യത്യാസപ്പെടാതെ, അക്കങ്ങളിൽ ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ 6 എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം തന്നെ പറയണം. 10 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം തന്നെ പറയണം. 1000 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1000 പ്രാവശ്യം തന്നെ പറയണം. ഒരു നമ്മുടെ പൂട്ടിനുള്ള താക്കോലുണ്ടല്ലോ, ആ താക്കോലിൻ്റെ പല്ലുകൾ നമുക്ക് കണ്ടിട്ടുണ്ടാകാം. പല രീതിയിലുള്ള പല്ലുകളായിരിക്കും ഓരോ താക്കോലിനും. അപ്പോൾ ഈ ഒരു പൂട്ടിൻ്റെ താക്കോല് മറ്റൊരു പൂട്ടിലിട്ടാൽ തുറയുന്നില്ല. കാരണം അതിൻ്റെ പല്ലുകൾ വ്യത്യാസമാണ്. അതിൽ തുറക്കാൻ പറ്റൂല. അങ്ങനെ രൂപഘടനയിൽ ഓരോ താക്കോലുകളും വ്യത്യാസപ്പെടുന്നത് പോലെ പ്രിയപ്പെട്ടവരെ 1000 പറയണമെന്ന് പറഞ്ഞാൽ ആ താക്കോലിട്ട് മറ്റൊന്നിനെ തുറക്കാൻ പറ്റൂല. 1001 ആ താക്കോല് മാറി നാം മനസ്സിലാക്കണം. അപ്പോൾ നിസ്കാരശേഷം 33 ദിക്ർ പറയാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ 33 പ്രാവശ്യമാണ് ചൊല്ലാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് 34 ആകാതെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ആ 33 എന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് ചൊല്ലണം. 41 എന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് ചൊല്ലണം. 1481 ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. ആ രീതിയിൽ നാം ശ്രദ്ധിക്കണം. 1000 പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞാൽ 1000 പ്രാവശ്യം ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി കണക്ക് വെച്ച് 1000 പ്രാവശ്യം ചൊല്ലണം. അത് എത്ര ചൊല്ലിയാലും ദിക്റല്ലേ ഉസ്താദേ, കുറേ ഫലം കിട്ടുമല്ലോ, കൂടുതൽ ഫലം കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ഉദാഹരണം വെച്ച് ഞാൻ സംസാരിച്ചത്. പ്രിയപ്പെട്ടവർ, 1000 പ്രാവശ്യം അവരുടെ മനസ്സിൽ അവരുടെ പേര് അവരുടെ രൂപം കരുതി നാം വിളിക്കുകയാണെങ്കിൽ നാഥനായ റബ്ബ് ആ ശത്രുവിനെ നിങ്ങൾക്ക് മിത്രമാക്കി തരും എന്നതിൽ ഒരു സംശയമില്ല. കുടുംബശത്രുവാണെങ്കിലും ആ നാട്ടുകാരെ ശത്രുക്കളാണെങ്കിലും ഇങ്ങനെ എന്ത് വിഷയത്തിലുള്ള ശത്രുക്കളാണെങ്കിലും ബിസിനസ്സിലെ ശത്രുക്കളാണെങ്കിലും ഇവരെയൊക്കെ നമ്മുടെ മിത്രങ്ങളായി മാറ്റാൻ പ്രിയപ്പെട്ടവർ ഈ ഔറാദ് വലിയ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നതിലൊരു സംശയമില്ല. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ ശത്രുക്കളെയും അള്ളാഹു മിത്രങ്ങളാക്കി തരട്ടെ. പ്രത്യേകം ഒന്നാമതായിട്ട് ഞാൻ ഇതിൻ്റെ അതനുസരിച്ച് ചൊല്ലുന്ന ആളുകൾക്ക് ദാരിദ്ര്യമെന്നത് അവരുടെ ജീവിതത്തിലുണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട് നമുക്കിത് ചൊല്ലിപ്പിക്കാൻ പറ്റിയാൽ, നിങ്ങൾ നിത്യേന ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്ത സന്തോഷമുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ ദാരിദ്ര്യവും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമ്മിൽ നിന്ന് നീക്കിത്തരട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാ സമയത്തും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ നിങ്ങളുടെ കമൻറ്റുകൾ പരമാവധി വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് മനസ്സിലുണ്ടാകും. ദുആകളുടെ മജ്ലിസുകളിൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആക്കാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാ സമയത്തും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ആഖിബത്ത് നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആ, ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയണം. ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയണം. റബ്ബേ, ഞങ്ങളൊക്കെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്
ആ വിഷയത്തിൻ്റെ വേണ്ടി നിങ്ങളൊന്നിനും ദുആ ചെയ്തില്ലെങ്കിലും ആഖിബത്തുമായി മരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതോടൊപ്പം എൻ്റെ മരണവാർത്ത നിങ്ങളെപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സമയത്ത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു യാസീനെങ്കിലും ഒരു ഖത്തുമെങ്കിലും ഓതാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ സമയം കണ്ടെത്തണമെന്നൊരു വസിയത്തായിട്ട് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് ആരും മരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ രക്ഷപ്പെടാനെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളോ കുടുംബങ്ങളോ നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മൾക്ക് ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.